Today we are going to discuss how to measure systematic risk. The systematic risk of a security is measured by a statistical measure called beta. The data required for the calculation of beta are the historical data of return of the individual security and the returns of a representative stock market index. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൻ്റെ പേര് ബീറ്റ എന്നാണ്. ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക് റിട്ടേൺസ് എത്രയാണെന്നുള്ളത്, അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ള ഡേറ്റ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പീരീഡിൽ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സൂചികയാണ്. ആ സൂചിക നിർമ്മിച്ചിരിക്കുന്ന കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലഭിക്കുന്ന റിട്ടേണാണ് ഇൻഡെക്സ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയും. ആ റിട്ടേണിൻ്റെ ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത്. So the data required for calculation of beta are the historical data of returns of the individual security and returns of representative stock market index. A share's beta factor is a measure of its volatility in terms of market risk. Volatility എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ the possibility of variation in the return. In terms of market risk, മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ, അതായത് ഇൻഡെക്സ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഇൻഡെക്സ് നിർമ്മിച്ചിരിക്കുന്ന അസറ്റുകളിൽ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന റിട്ടേണും ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ റിട്ടേണും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ബീറ്റ ഫാക്ടർ കാണിക്കുന്നത് മാർക്കറ്റ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്കിയാണ് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് എന്നുള്ളതാണ്. ഈ ലാർജ് ബീറ്റ വാല്യൂ ഷോസ് ദ സെക്യൂരിറ്റി ഈസ് മോർ വോളറ്റൈൽ. അങ്ങനെ ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് കഴിയുമ്പോൾ ബീറ്റയുടെ വാല്യൂ വളരെ വലുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേരി ചെയ്തുകൊണ്ടുള്ള റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് റിസ്ക് ഈസ് ഹൈ. ദ ബീറ്റ ഫാക്ടർ ഓഫ് ദി മാർക്കറ്റ് ആസ് എ ഹോൾ ഈസ് കൺസിഡേർഡ് ആസ് 1 and the stock having beta 1 indicates that security is of average risk. So systematic risk കണ്ടുപിടിക്കാനാണ് നമ്മൾ ബീറ്റ ഉപയോഗിക്കുന്നത്. ജനറലി മാർക്കറ്റിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1 കൺസിഡർ ചെയ്യപ്പെടുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇൻഡെക്സ് എന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 1 എന്ന് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ബീറ്റ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതും 1 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവിടെ റിസ്ക് മിനിമമാണ്, അല്ലെങ്കിൽ ആവറേജ് റിസ്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. നെക്സ്റ്റ്, എ സ്റ്റോക്ക് വിത്ത് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ഹാസ് എബവ് ആവറേജ് റിസ്ക്. ദാറ്റ് മീൻസ് ദ വേരിയബിലിറ്റി ഓഫ് ഇറ്റ്സ് റിട്ടേൺ വുഡ് ബി മോർ. ബീറ്റയുടെ വാല്യൂ 1 കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആണ് എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എബവ് ആവറേജ് റിസ്ക് ആണ്. എ സ്റ്റോക്ക് വിത്ത് ബീറ്റ ലെസ് ദാൻ 1 വുഡ് ഹാവ് ബിലോ ആവറേജ് റിസ്ക്. വേരിയബിലിറ്റി ഇൻ ഇറ്റ്സ് റിട്ടേൺ വുഡ് ബി കമ്പാരിറ്റീവ്ലി ലെസർ ദാൻ ദി മാർക്കറ്റ് വേരിയബിലിറ്റി. ബീറ്റയുടെ വാല്യൂ 1 കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ബിലോ ആവറേജ് റിസ്ക് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജനറലി പറയണമെന്നുണ്ടെങ്കിൽ
സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യാനായിട്ട് ബീറ്റ ഉപയോഗിക്കുന്നു. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഷെയറിൻ്റെ ബീറ്റയാണോ കാണേണ്ടത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസും കറസ്പോണ്ടിങ് ഒരു ഇൻഡെക്സ് റിട്ടേണുമായിട്ട് ആ ഡേറ്റകൾ തമ്മിൽ വെച്ചുകൊണ്ടാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനറലി മാർക്കറ്റിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1 കൺസിഡർ ചെയ്യുന്നത്. സിമിലർലി ഷെയറിൻ്റെ ബീറ്റ 1 അത് ആവറേജ് റിസ്ക് ആണ്. 1 കൂടുതലാണ് ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ ബീറ്റ എങ്കിൽ അത് ഹൈ റിസ്ക് ആണ്. ബീറ്റ 1 കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് വളരെ കുറവാണ് എന്നാണ് അർത്ഥം. 2 statistical methods may be used for the calculation of beta. One is correlation method, second one is regression method. So correlation method ഉപയോഗിച്ചുകൊണ്ടും റിഗ്രഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ബീറ്റയുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വി വിൽ സീ ഹൗ ടു കാൽക്കുലേറ്റ് ബീറ്റ യൂസിങ് correlation method. According to this method, beta is calculated as beta is equal to RIM into sigma I into sigma m whole divided by sigma square m. Here beta, the symbol beta is beta of an investment in a share. RIM, correlation coefficient of return on the shares with the return on the market. ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ റിട്ടേണും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പീരീഡിലുള്ള മാർക്കറ്റ് റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യൻറ്റിനെയാണ് RIM എന്ന് പറയുന്നത്. സിഗ്മ ഐ ഷോസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് എ സ്റ്റോക്ക്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ ഐ കാണിക്കുന്നതെങ്കിൽ സിഗ്മ എം കാണിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. സിഗ്മ എം സ്ക്വയർ ഈസ് വേരിയൻസ് ഓഫ് ദ റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. സോ ഇത്രയും ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സ്റ്റോക്ക് ആവശ്യമുണ്ട്, മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം, വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ് ഈസ് റിക്വയർഡ്. സിമിലർലി correlation coefficient between the returns of the particular share and market index. Let us see an example. Mr. A is considering investing in ABC Limited. The correlation coefficient between the company's return and the return on the market is 0.935. The standard deviation of return of the stock, that is ABC stock, is 14.93. The standard deviation of return on the market is 10.11. Calculate beta value. So അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നോക്കുക. ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ABC ലിമിറ്റഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ബിറ്റ്വീൻ ദ റിട്ടേൺസ് ഓഫ് ABC ലിമിറ്റഡ് ആൻഡ് ദ മാർക്കറ്റ് അത് 0.935 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിമിലർലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് ABC ലിമിറ്റഡ് ഷെയർ തന്നിട്ടുണ്ട്, 14.93 ആണ്. സിമിലർലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഈസ് 10.11. So correlation coefficient, standard deviation തന്നിട്ടുണ്ട്. We can calculate variance of market index. മാർക്കറ്റിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിയാവും. ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് 10.11. സോ 10.11 into 10.11. That is 102.21 is the variance of return of the market. So using the formula given above, that is beta is equal to RIM into sigma I into sigma m whole divided by sigma m square. We can calculate the beta. Here it is beta is equal to 0.935 into 14.93 into 10.11 whole divided by 102.21 is equal to 1.384. So the
From the answer we can infer that beta is 1.384. That means beta is more than 1. So ABC Limited stock is having high risk. That is the inference of this problem. Next we will see estimation of expected return using beta. Earlier we studied how to calculate expected return. Expected return we calculated using xi into pi. That is the return multiplied by corresponding probability and add with the other return and its probability. Like that, x1 into p1 plus x2 into p2 plus x3 into p3 etc. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തത്. അടുത്ത മറ്റൊരു മെത്തേഡുണ്ട് CAPM. ആ CAPM മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ CAPM മെത്തേഡിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത് ബീറ്റ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച മെഷർ ഉപയോഗിച്ചുകൊണ്ടാണ്. So let us see what is CAPM. The capital asset pricing model describes the relationship between systematic risk and expected return of asset, particularly stock. സ്റ്റോക്കിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്കിനെ ബീറ്റയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ ബീറ്റയും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് CAPMൽ സൂചിപ്പിക്കുന്നത്. ദെയർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സെക്യൂരിറ്റീസ് expected return and beta as shown below. Expected return is equal to risk-free return plus beta multiplied by the difference between market return and risk-free return. Here the difference between market return and risk-free return is called market risk premium. അപ്പോൾ expected return കണ്ടുപിടിക്കുന്നത് റിസ്ക് ഫ്രീ റിട്ടേണിൻ്റെ കൂടെ ബീറ്റ ടൈംസ്, അതാണ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ, അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് റിസ്ക് പ്രീമിയത്തിന് ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസ്ക് ഫ്രീ റിട്ടേൺ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ expected return is related to beta. The higher a stock's beta, greater the return expected by the investor. അതായത് ബീറ്റയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ, ബീറ്റയുടെ വാല്യൂ കൂടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ റിസ്ക് കൂടുതലാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ. റിസ്ക് കൂടുമ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂടുതലായിരിക്കും. The higher a stock's beta, greater the return expected by the investor. ഇവിടെ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന പേരാണ് റിസ്ക് ഫ്രീ റിട്ടേൺ. നേരെ മറിച്ചിട്ട് നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഷെയറിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണാണ് നമ്മളിവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് പറയുന്നത്. അതേസമയം ഇൻഡെക്സിൽ ഉള്ള ഷെയറുകളുടെ റിട്ടേണിനാണ് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് റിട്ടേണും റിസ്ക് ഫ്രീ റിട്ടേണും ബീറ്റയും അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദി സ്റ്റോക്ക്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ സ്റ്റോക്ക് ഓഫ് XYZ Limited returned 10%. The risk-free rate of T-bill, that means treasury bill, it is a government bill or it's a government instrument. T-bill is 6%. The market return is 12% and the company's beta is 1.3. What is the expected return? So the given values are
shown here, risk-free return. Risk-free return is risk-free rate of treasury bill. അതാണ് risk-free return. അത് 6% ആണ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് റിട്ടേൺ തന്നിട്ടുണ്ട് 12% തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1.3 എന്ന് തന്നിട്ടുണ്ട്. സോ ബീറ്റ 1 കൂടുതലാണ്. സോ ബീറ്റ 1.3 ആയത് കാരണം XYZ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് കൂടുതലുള്ള ഷെയർ ആണ്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസിക്കൽ റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6% ആണ് റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് ബീറ്റ 1.3 ഇൻറ്റു the difference between market return and the risk-free return is 12% minus 6%. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get 13.8%. So here the expected return of this particular company is 13.8%. But in the question it is given that the actual return of XYZ Limited is 10% only. And expected return is 13.8%. അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ഈ റിസ്കിന് നമ്മൾ ഹൈ റിസ്ക് ആണ്, ബീറ്റ എന്ന് പറയുന്നത് 1.3 ആണ്. അപ്പോൾ ആ ഹൈ റിസ്ക് ആയതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 13.8% ആണ്. പക്ഷേ ആ സ്റ്റോക്കിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 10%. അപ്പോൾ നമ്മുടെ റിട്ടേണിനേക്കാളും പ്രതീക്ഷിക്കുന്ന വരുമാനത്തിനേക്കാളും കുറവാണ് ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് ഈസ് അബൌട്ട് CAPM. CAPM is capital asset pricing model. It shows the relationship between expected return and beta. Beta is a statistical tool used to measure which risk? Systematic risk. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിച്ചത്. ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. Let us conclude today's discussion. Thank you.